ഹലോ, നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് റിമൂവർ ഇല്ല, അല്ലെങ്കിൽ അത് വാങ്ങാൻ മറന്നുപോയി. ഈ സമയത്ത് നമ്മുടെ കയ്യിലുള്ള നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് നെയിൽ പോളിഷ് റിമൂവർ ഇല്ലാതെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 5 രീതികളിലായിട്ടാണ് ഞാൻ ഈ ഒരു നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു കോട്ടൺ പാഡോ അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂവോ വേണം ഈ ഒരു നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് മെത്തേഡിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സാനിറ്റൈസറാണ്. ഏതെങ്കിലും ഒരു സാനിറ്റൈസർ എടുക്കുക. ഇനി ഇതിൽ നിന്ന് 2 3 തുള്ളി സാനിറ്റൈസർ ഈ ഒരു കോട്ടൺ പാഡിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ജസ്റ്റ് ആ ഒരു നെയിൽ പോളിഷിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് റബ്ബ് ചെയ്താൽ മതി. ആദ്യം റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് മങ്ങി വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല രീതിക്ക് തന്നെ റിമൂവായി വരും. പിന്നെ ആ ഒരു നഖത്തിൻ്റെ സൈഡിലായിട്ടൊക്കെയുള്ള നെയിൽ പോളിഷും ഇതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ടും നെയിൽ പോളിഷ് റിമൂവർ ഇല്ലാതെ നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പെർഫ്യൂമോ അല്ലെങ്കിൽ ബോഡി മിസ്റ്റോ അതോ അല്ലെങ്കിൽ ഡിയോഡ്രൻറ്റോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. അതിലൊന്ന് നമ്മൾ ഈ ഒരു കോട്ടൺ പാഡിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കോട്ടൺ പാഡ് നഖത്തിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് നോക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് അത് വരുന്നുണ്ട്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നെയിൽ പോളിഷ് ഫുള്ളായിട്ട് റിമൂവായി വരുന്നതായിരിക്കും. നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പെർഫ്യൂമൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ചിലരെങ്കിലും ചോദിക്കും പെർഫ്യൂം അധിക ചിലവല്ലേ നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് റിമൂവർ ഇല്ലെങ്കിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. അടുത്ത മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ നെയിൽ പോളിഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു നെയിൽ പോളിഷ് വെച്ചിട്ട് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന നെയിൽ പോളിഷിന് മുകളിലേക്ക് ഈ ഒരു നെയിൽ പോളിഷ് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നു. ഇത് ഡ്രൈ ആയി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ പാഡ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ അത് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഇനി അത് 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് റിമൂവായി വരുന്നതായിരിക്കും. നാലാമത്തെ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൾഗേറ്റ് ആണ്. കോൾഗേറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു നെയിൽ പോളിഷിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യണം. ഇതിങ്ങനെ കുറച്ച് നേരം നഖത്തിന് മുകളിൽ വെച്ചിട്ട് വേണം ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ സാനിറ്റൈസറും അതുപോലെ പെർഫ്യൂമും നെയിൽ പോളിഷും യൂസ് ചെയ്തപ്പോൾ പോലെ പെട്ടെന്ന് ഇത് മാഞ്ഞു വരില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇളകി വരികയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. ആദ്യം ചെയ്ത 3 രീതിയെ പോലെ അത്ര ഈസി അല്ല, കുറച്ച് സമയമെടുക്കും. അങ്ങനെ 4 വിരലുകളിലെയും നമ്മൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തു. ഇനി അടുത്ത 5ാമത്തെ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ എടുത്തതിന് ശേഷം നമ്മുടെ നഖത്തിന് മുകളിലുള്ള നെയിൽ പോളിഷിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ഇതും കുറച്ച് സമയം വെച്ചതിന് ശേഷം വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതും ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് വരില്ല. കുറച്ച് നേരം ഇത് നല്ലവണ്ണം റബ്ബ് ചെയ്താൽ മാത്രമേ ഇത് റിമൂവായി വരികയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ കയ്യിൽ ആദ്യം യൂസ് ചെയ്ത സാനിറ്റൈസർ അല്ലെങ്കിൽ പെർഫ്യൂം അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ കോൾഗേറ്റും ഫെവിക്കോളും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു 5 രീതിയിൽ നമുക്ക് നെയിൽ പോളിഷ് റിമൂവർ ഇല്ലെങ്കിൽ നമ്മുടെ നെയിലിലുള്ള നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.